ഇന്ത്യ ഇന്ന് പുലർച്ചെ വിജയകരമായി നടപ്പാക്കിയ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിക്ക് ശേഷം ആദ്യമായി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് രംഗത്ത് വന്നിരിക്കുന്നു. ഇന്ന് പുലർച്ചെ ഏകദേശം 1 മണിയോട് കൂടിയാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ നടത്തിയത്. അതിന്റെ വിശദാംശങ്ങൾ അറിയാത്തവരായി ഒരു ഇന്ത്യക്കാരൻ പോലും ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇതിനിടെ ഇന്ത്യയുടെ 3 റാഫേലുകളും ഒരു സുഖോയും ഒരു മിഗും ഉൾപ്പെടെ ഇന്ത്യയുടെ 5 എയർക്രാഫ്റ്റുകൾ വീഴ്ത്തിയതായി പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിരവധി വീഡിയോകളും പ്രചരിക്കുന്നുണ്ട്. ഈ വീഡിയോകൾ ഇന്ത്യയിൽ നിരോധിച്ചിട്ടുള്ളതിനാൽ തന്നെ ഞാനത് കാണിക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ വിശ്വാസ്യത നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. നുണപ്രചരണമാകാനാണ് സാധ്യത. കാരണം പാകിസ്ഥാന് നാണക്കേടിൽ നിന്ന് ഒഴിയാൻ വേറെ വഴിയൊന്നുമില്ലല്ലോ. ഇതിനിടെ അമേരിക്ക ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ സംഘർഷം കൂടുതൽ വലുതാകാതെ അവസാനിപ്പിക്കുന്നതിനായി ശ്രമങ്ങൾ നടത്തിവരുന്നുണ്ട്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയാണ് ഇതിനു മുന്നിൽ നിൽക്കുന്നത്. ഇതിനുശേഷം പാകിസ്ഥാന്റെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ യോഗത്തിന് തൊട്ട് മുമ്പ് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ബ്ലൂംബർഗിന് നൽകിയ ടെലിഫോൺ സംഭാഷണത്തിൽ ഇന്ത്യയുമായി യുദ്ധത്തിന് താൽപ്പര്യമില്ലെന്ന് പറയുന്നുണ്ട്. ഇയാളുടെ വാക്കുകൾ കടമെടുത്താൽ ഇന്ത്യ കഴിഞ്ഞ 2 ആഴ്ചകളായി പാകിസ്ഥാനെതിരെ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അതിന്റെ പ്രതികരണം എന്നോണം പാകിസ്ഥാനും ചിലത് ചെയ്യുന്നു. ഇന്ത്യ ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾക്ക് പ്രതിരോധിക്കാതിരിക്കാൻ കഴിയില്ല. എന്നാൽ ഇന്ത്യ ഇവിടെ വെച്ച് നിർത്തി പിന്മാറിയാൽ ഞങ്ങളും പിന്മാറാൻ തയ്യാറാണ്. എനിക്ക് മരണത്തിൽ ഭയമില്ല. എന്നിരുന്നാലും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് അവസാനിപ്പിച്ചാൽ ഞങ്ങളും തയ്യാറാണ്. ഇന്ത്യയിലെ ഒഫീഷ്യലുകളുമായി ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയം നടത്തുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഖ്വാജ പറഞ്ഞത്, ഇന്ത്യ പാക് പട്ടാളത്തെയും സാധാരണക്കാരെയും ടാർഗറ്റ് ചെയ്യുന്നില്ല എന്നതൊഴിച്ചാൽ ഒരു അറിയിപ്പ് ഇന്ത്യയിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഇന്ത്യൻ ഫൈറ്റർ ജെറ്റുകൾ തകർത്തുന്ന പാകിസ്ഥാൻ അവകാശവാദത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനും ഖ്വാജ കൃത്യമായി മറുപടി നൽകിയില്ല. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സംഭാഷണങ്ങൾ നടന്നത് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് മണിക്കൂറുകൾക്ക് ശേഷമാണ്. ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, പാകിസ്ഥാന് ഇന്ത്യയുമായി യുദ്ധം ചെയ്ത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അത്രയ്ക്ക് ശോചനീയമാണ് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ. നാണക്കേട് മറയ്ക്കാൻ ഓരോ കഥകൾ പറയുന്നുണ്ടെന്ന് മാത്രം. ഖ്വാജ ആസിഫിന്റെ ഇപ്പോഴത്തെ സംഭാഷണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, പാകിസ്ഥാന് ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാനുള്ള പദ്ധതിയൊന്നും നിലവിലില്ല. പാകിസ്ഥാനിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി ഓരോ ഭീഷണികൾ പല സമയത്തും നടത്തുന്നു എന്ന് മാത്രം. എന്തായാലും അവരുടെ അടുത്ത നീക്കം നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി ഖ്വാജ ആസിഫിന്റെ വാക്കുകളിലേക്ക്. This has been initiated by India. If India is ready to back down, they have taken the initiative. We have just responded. We have been saying all along in last fortnight that we'll never initiate anything hostile towards India. But if we are attacked, we'll respond. If India backs down, we will definitely wrap up these things, But as long we are under attack, under fire, we have to respond. We have to defend ourselves. Of it, I'm not aware of it. If there is contact normally during these hostile, activities and tensions, there are backdoor contacts available anywhere in the world. There is. But I'm not aware of any contact between India and Pakistan at the moment.